അവിടെ വരണടാ, എല്ലാം വരുന്നുണ്ട്. ഞാനെന്താ കാട്ടിയ വരെ നല്ല കുത്തിട്ടീകള്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബംഗാളിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് തൊയ്ബയുടെ വേറൊരു ക്യാമ്പസിലാണ്. എൻ്റെ കൂടെ ഉള്ളത് അലി നൂറാനി ഉസ്താദ്, മുഹമ്മദ് അലി നൂറാനി ഉസ്താദ് അല്ലേ? ഉസ്താദ് ഏകദേശം 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ഒന്ന് കാണാൻ പോവാണ്. ഇവിടുത്തെ ബംഗാളിലെ വില്ലേജ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം ഉസ്താദിൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് നടന്ന് സംസാരിക്കാം. അതാകുമ്പോൾ എന്താവും, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ പോയി പറഞ്ഞ പോലെ ആവില്ല, ഇതിൻ്റെ കൃത്യമായ രീതി. ഇപ്പോൾ തൊയ്ബൻ്റെ സ്കൂളാണ് കേട്ടോ, ഇതാ ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കും. സ്കൂള്, അതുപോലെ തന്നെ ഓർഫനേജ്, ബോയ്സ് ഓർഫനേജ്. അവിടെ കാണുന്നത് സ്കൂൾ ഓഫ് ഖുർആൻ. അതായത് ബംഗാളിലെ തന്നെ ഏറ്റവും, അതായത് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ തന്നെ ഒരു പ്രഥമ ഒരു സ്ഥാപനമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ഒന്നുകിൽ ഖുർആൻ പഠിക്കുക, ഒന്നുകിൽ സ്കൂൾ പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ മദ്രസ ലെവലിലെ പഠനം. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു ആദ്യത്തെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന് നമ്മൾ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. കൽക്കത്തയിൽ പോലും ഇല്ല എന്നാണ്. കൽക്കത്തയിലുണ്ട് ഒരു സ്ഥാപനം. അത് പിന്നെ ഈ ഖുർആൻ പൂർത്തിയാക്കിയ ഹിഫ്ള് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യണേ, 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരെ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ വില്ലേജുകളിലെ മക്തബുകളിലൊക്കെ അതിൽ നിന്നും പ്രാഥമികമായിട്ട് അലിഫും ബാവൊക്കെ പഠിച്ച് ഒരു അത്യാവശ്യം പെർഫെക്ഷനിലേക്ക് എത്തിയ കുട്ടികളെ ഇവിടുന്ന് പെട്ടെന്ന് 4 വർഷം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സ്കൂൾ പഠനത്തോടു കൂടെ ഹിഫ്ള് പൂർത്തീകരിച്ച് 9ാം ക്ലാസ് അവർ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ബേസിക് സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കും. 10ാം ക്ലാസ്സിൽ അവരെന്ത് ചെയ്യും, നല്ല രൂപത്തിൽ 10ാം ക്ലാസ് പിന്നെ പരീക്ഷ എഴുതും. നമുക്ക് ആ വില്ലേജിലേക്ക് പോയാൽ അപ്പുറത്തുള്ളത് ഓർഫനേജ് ആണത്. ആ കാണുന്ന ബിൽഡിംഗ് ഓർഫനേജ്. ഇതിപ്പോ ഓർഫനേജിന്റെ പുതിയൊരു ബ്ലോക്ക് ഇപ്പൊ ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അതാ ഇത് ആൺകുട്ടികൾക്കുള്ള മോഡൽ സ്കൂൾ. അത് ഇവിടുത്തെ ഒരു ബംഗാളിലെ ഒരു സിസ്റ്റമാണ്, ഒരു മിഷൻ ടൈപ്പ് സ്കൂൾ. നമ്മൾ ബോർഡിംഗ് സ്കൂൾ ഉണ്ടല്ലോ, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ അവരെ മക്കള് വൈതെറ്റി പോകണ്ട, നല്ല ഒരു അന്തരീക്ഷത്തിൽ അവർ പഠിക്കട്ടെ വളരട്ടെ എന്ന ഉദ്ദേശത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരെ ആശ്രയിച്ച് പഠിപ്പിക്കുന്നു. ആ രൂപത്തിലുള്ള ഒരു പിന്നെ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ബോയ്സ്. അതിന് നേരെ അപ്പുറത്തുള്ളത്, ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്തുള്ളത് ഗേൾസ്. നമുക്ക് പോകുമ്പോൾ കാണാം, അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇവിടുത്തെ പള്ളിയാണ്. ഇവിടെ പള്ളിയിൽ ക്ലാസ്. അതെ, അപ്പോൾ ക്ലാസ് നടക്കാനേ. അസ്സലാമു അലൈക്കും. സാഹിർ ഉസ്താദ്, എന്താ വിശേഷം? അതന്നെ, സാഹിർ നമ്മളെ സുഹൃത്താണ്. പിന്നെ ഇവിടെ നിങ്ങൾ 2 വർഷമായിരുന്നു അല്ലേ? തുടക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്താ കുട്ടികൾ പൂർത്തിയായിരിക്കും? അതെ തന്നെ. രണ്ടാമത്തെ വർഷമായിട്ടുള്ളൂ. അതെല്ലേ, 2 വർഷം കൊണ്ട് 9 ജ്യൂസ് ഒരു ക്ലാസ്സാണ്. മറ്റു ക്ലാസ് അപ്പുറത്ത് ക്ലാസ് സെക്ഷൻ നടക്കുന്നത്. 44 കുട്ടികളില്ലേ? എന്നിരുന്നാലും പിന്നെ എന്താ പറയാ, ഈ ഒരു പ്രത്യേകിച്ച് ഇവരെല്ലാം ശരിക്കും വില്ലേജിൽ ഇങ്ങനെ ആ ഒരു അല്ലേ, നമ്മളിവിടെ കാണുന്ന വില്ലേജിലെ ആ ഒരു കുട്ടികൾ അവരെ നല്ല വൃത്തിയിൽ ഭയങ്കര ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര ബ്രില്യൻ്റാണ്. ഭയങ്കര മെന്റൽ നല്ല പവറാണ്, റിയാക്ടിങ് കപ്പാസിറ്റി ഒക്കെ വളരെ അല്ലേ. ഇവർക്ക് എന്തുണ്ട്, പെട്ടെന്ന് അടിച്ചുവിടും വരും. മൂപ്പര് കോഴിക്കോട്ടുകാരൻ, നമ്മള് സുഹൃത്താ. അതെ, അവിടെ കണ്ടത് ബംഗാളിലെ ഒരു സ്പെഷ്യൽ പതിപ്പായി
ബോയ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പതിപ്പായിരുന്നു. സെയിം കേരള മോഡൽ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഗേൾസിന് വേണ്ടിയിട്ട്. ഇത് ഗേൾസ് ഓർഫനേജ് ബിൽഡിംഗ് ആണ്. അതുപോലെ അത് നമ്മളെ റെസിഡൻഷ്യൽ സ്കൂള് ഗേൾസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആലിമകളായ നല്ല ട്രെയിൻഡ് സ്കിൽഡായ പെൺകുട്ടികൾ നമ്മളുണ്ട്. അതായത് അവര് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, അവരെ നമ്മൾ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമാണെന്ന് മുഴുവനും ഇപ്പോൾ നിലവിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. ഇപ്പോൾ നിലവിൽ 120ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതെന്താ സംഭവം? അവിടെ വരണടാ, എല്ലാം വരുന്നുണ്ട്. ഞാനെന്താ കാട്ടിയ വരെ എനിക്കാ നല്ല കുത്തിട്ടീകള്. വിടല്ലേ കുറെ എന്താടാ വരുന്നടാ. हाँ बहुत मुश्किल. എന്തൊറ്റപ്പെട്ടത്. ആ ഞാൻ എന്താ കാട്ടിപ്പോ. ആ ഇടയിൽ കോൾ വന്ന്. ഇതാ കുത്ത് കിട്ടിയിട്ട് നല്ല ഉണ്ടട്ടാ. ഒന്നിതാ 1 2 ഇതാ ഷൂ ഇതാ തൊപ്പിന്നാ പേനുണ്ടാ. ഇത്ര സമയം വരുമാണ് ഫുള്ള്. നമുക്കൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഫസ്റ്റ് എന്താന്ന് മനസ്സിലായില്ല. ഒരു ഇതൊക്കെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആവുന്ന വിചാരിച്ചു. ഞാൻ അതിനെ പിടിച്ച് നെക്കി വിട്ട്. അതാ പ്രശ്നം തോന്നുന്നു. മാവെല്ലാം പൂത്തിട്ടുണ്ട്. കുറച്ച് തേനീച്ച ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇറങ്ങി ഇത് ചെയ്യാൻ നോക്കി. അങ്ങനെ പെട്ടെന്ന് പിന്നെ കുട്ടികളൊക്കെ ഒന്ന് കുത്തി കുത്തോട് കുത്തിയിട്ട്. അപ്പോ പിന്നെ ഒന്ന് എന്ത് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് വരും. ഇതൊരു വീടാണ് കേട്ടോ. പ്രാണരക്ഷാർത്ഥം ഈ വീട്ടിലേക്ക് ഓടി കയറിയത്. ഇവിടെ കയറി വെക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു ശൈലിയല്ലല്ലോ. കാരണം ഇവിടെ കയറിയാലും സെയിം ആകാശവും നമ്മളെ ഒരു വീട്ടിലേക്കാണ് ഓടി കയറി എന്ത് ചെയ്യും, വാതിലടിച്ച. പക്ഷെ ഇവിടെ എന്താണ്, പിന്നെ നടുമുറ്റത്തേക്കാണ് നമ്മൾ ഓടിക്കയറി എത്തുക. അപ്പൊ തേനീച്ച നമ്മളെ മുകളിൽ കൂടെ പറന്ന് അവരിവിടെ എത്തിയിരുന്നു. കുറെ നേരം റൂമിൽ കയറി നമ്മൾ ഒളിച്ചിരുന്നു. അത്യാവശ്യമൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ പുറത്തിറങ്ങിയതാണ്. നമ്മളെ വീട്ടുകാരുണ്ട് വെല്ലു കാക്ക. അദ്ദേഹം വളരെ ഒരു പ്രശസ്തനായ ഒരു ഗായകനാണ്. അപ്പോ ബംഗ്ലായില് അഭിനേതാവാണ്. അതുപോലെ ഒരു നാടകം, നമ്മളവിടുത്തെ ബംഗാളിലെ ഒരു നാടൻ നാടകല്ലേ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നായകനാണ് അദ്ദേഹം. ഒരുപാട് സ്ഥലങ്ങൾ কোথায় কোথায় যায় আপনি? মনে করো যে আমাদের এই বাংলার মধ্যেই, আর বিহারে গেছি, সীমান യുപി, ബീഹാറില് യുപിയില്. അവർ അതായത് നമ്മൾ ശരിക്കുള്ളത് ഇപ്പൊ ഒരു പ്രശസ്തനായ ഒരു ഗായകന്റെയും ഒരു നാടക അദ്ദേഹം പോയ സ്ഥലങ്ങളെ പേരാണ് പറഞ്ഞത്. കുച്ചിബിഹാർ, സിലിഗുഡി, ബർധമാന്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം പോയിട്ടുണ്ട്. യുവത്വം വളരെ അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ്. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോ രണ്ടാമത്തെ ദുട്ട ബീവി അച്ചത്തോ ഒരു ബീവി ഇവിടെയാണ്, ഒരു ബീവിന്റെ വീട് അപ്പുറത്താണ്. എല്ലാവരും നല്ല ഇദ്ദേഹം കല്യാണം കഴിച്ചത് നാടകത്തിലെ ഒരു അഭിനേത്രിയെ പിന്നെന്ത് ചെയ്ത് മൂപ്പര് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിരുന്ന ആളെ മൂപ്പര് എന്ത് ചെയ്താണ് കല്യാണം കഴിച്ചാണ്. അപ്പോ ഒരു আপনি একটা গান শোনাবেন, যে কোনো একটা গান, একটা ഒരു പാട്ട് അദ്ദേഹം പാടും. এমনি একটা মানে কি করে ওখানে
തേനീച്ച നമ്മളെ വിട്ടിട്ടില്ല കേട്ടാ. തേനീച്ച നമ്മളെ കൂടെ തന്നെ ഒരു ബംഗ്ല ഗാൻ സുനാൻ തലേ ভালো ഒരു বাংলায় ഒരു പാട്ട് പാടും. ഇല്ല. এখন নয় বাবা, অন্য এই যে আমার এগুলো কি অবস্থা হয়ে গেছে বুঝছো? അതായത് രാത്രി വളരെ പാതിരാത്രി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, രാത്രികൾ അതാണ് പറയുന്നത്. കണ്ണൊക്കെ എന്ത് ചെയ്ത് ഉറക്കൊഴിച്ചിട്ട് ഇപ്പൊ ആകെ ഒരു പരുവത്തിലായിട്ടുണ്ട്. വളരെ ക്ഷീണിതനായി. നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കൊക്കെ വലിയ നിലയും വിലയൊക്കെ. ഇപ്പൊ ഒരു കലാകാരന്റെ ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ അവസ്ഥ കണ്ടെന്ന് മനസ്സിലാണ്ടല്ലോ. കലാകാരന്റെ ഒരു വീടാണ്. പിന്നെ আমার জায়গায় আমাকে সবাই সম্মান দেয়। അതെ അതെ. വേറെ വിഷയമുണ്ട്. നമ്മുടെ നാട്ടിലും বড় ছোট সবাই সম্মান വേറെ দেয়। കലാകാരന്മാരുടെ അതായത് ഓൾമോസ്റ്റ് കേറിപ്പോയവരൊക്കെയാണ്. പക്ഷെ സാധാരണ ഒരു കലാകാരന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയ. നോർമൽ കലാകാരനൊക്കെ ആ ഒരു സമയം നല്ല ചുറുചുറുക്കുള്ള കാലം പരമാവധി ആളുകൾ ഊറ്റിയെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഷവറായിട്ട് എന്ത് ചെയ്യാണ് ഉപേക്ഷിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രധാന പറയുന്നത് ആ സമയത്തൊക്കെ എന്നെ വലിയ ബഹുമാനമൊക്കെ ആയിരുന്നു. 74 আমার বয়স। 74 വയസ്സായി അദ്ദേഹത്തിന്. രാവിലെ നോക്കി 74 വയസ്സായിട്ട് ചെറുകുറുപ്പ് കണ്ടാൽ തോന്നില്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ തന്നെയാണോ ഈ വില്ലേജിലാ? അല്ലല്ല, നമ്മള് മുമ്പ് ആ വില്ലേജിലായിരുന്നു. തൊട്ടപ്പുറമുള്ള അവിടെ നമ്മളെ തൊയ്ബാഗറിന്റെ പരിസരത്തുള്ള വില്ലേജ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഒരു ഹണിമൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു മണ്ണിന്റെ വീട്ടിൽ നമ്മൾ ജീവിച്ചിരുന്നത്. കുറച്ചപ്പുറത്തും കൂടി വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു മണ്ണിന്റെ വീട് കുറച്ചും കൂടി സെറ്റപ്പ് ഉള്ള ഒരു വീട്ടിലായിരുന്നു. ഇത് ഫുൾ മണ്ണ്. ഫുൾ മണ്ണ്. ഇവര് നമ്മളെ നാട്ടിലെ ഒരു 4 കെട്ടിന്റെ ഒരു ശൈലിയിലാണ്. ഇപ്പൊ ഇവിടെ ഇത് 2 റൂം, പിന്നെ ഒരു നടുമുറ്റം, ഇത് വരാന്ത. ഗസ്റ്റ് ഒക്കെ വന്നാലേ അവരെ ഇരുത്തുക. പിന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ തന്നെ. നമ്മുടെ നാട്ടിലെ ഡൈനിങ് ഹാള് വേറെ, അതുപോലെ ഓഫീസ് റൂം, അതുപോലെ പിന്നെ ലിവിങ് റൂം, അങ്ങനത്തെ ഒരു സിസ്റ്റം. ഇവർക്ക് എല്ലാം ബെഡ്റൂം തന്നെ. പിന്നെ ആളുകൾ കൂടുതൽ തിരക്കാവുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്ഥലങ്ങളൊക്കെ ഒരു ഉപയോഗിക്കും. പിന്നെ ആളെണ്ണത്തിന് അടുക്കള ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഒരു ഫാമിലി ഉള്ളു, അവർക്ക് ഒരു അടുക്കള. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഓരോ പാട്ട് അടുക്കള. കല്യാണം കഴിച്ചു കഴിഞ്ഞാല് കല്യാണത്തിന് അന്ന് ഇവരെന്ത് ചെയ്യും, ഗ്യാസിന്റെ സിലിണ്ടർ അല്ലാത്തൊക്കെ ഇവർക്ക് കിട്ടും. കുടുംബക്കാരായിട്ട് അടുപ്പായിട്ടും അതുപോലെ മറ്റു പലതായിട്ടും. പിന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങി വരും വേറെ അടുപ്പിലേക്ക് മാറും. അല്ലെങ്കിൽ സാധാ വിറക് കത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചാണകം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പരത്തി നമ്മളൊരു കബാബ് സിസ്റ്റത്തിൽ വെച്ച്, അതുപോലെ നല്ല പത്തിരി സിസ്റ്റത്തിൽ വെച്ച് ചാണകം ഉണ്ടാവും. അതൊക്കെ ഒരു കത്തിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ അതുമായി വരും ചെയ്യും. ഇനി 70 വയസ്സുള്ള ആളാണെങ്കിലും 80 വയസ്സുള്ള ആളാണെങ്കിലും ഒരു 90% നമ്മുടെ ബംഗാളിലെ ജീവിതത്തിലെ അനുഭവത്തിൽ പറയണേ, 90% അവര് പ്രായം ചെന്ന ആളുകള് അവരെന്നെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ ഒരു പിന്നെ മാതാപിതാക്കളോടുള്ള ഒരു ധാർമ്മിക ഒരു ചുറ്റുപാട്, അവരോടുള്ള ഒരു സഹവർത്തിത്വം, അവരെ സംരക്ഷണമൊക്കെ അതിലൊക്കെ ഒരു വളരെ ബാക്കിലാണ്. മെയിനായിട്ട് ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നം. പിന്നെ അത്യാവശ്യം ഒന്ന് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഗ്രാമം വിട്ടിട്ട് ഇങ്ങനത്തെ ഈ ഒരു സിസ്റ്റം നമുക്ക് ശരിയാവില്ല. നമുക്ക് റോഡിന്റെ സൈഡിലേക്ക് മാറാം, അല്ലെങ്കിൽ അത്യാവശ്യം ടൗൺ ഏരിയക്ക് പോവാ, അല്ലെങ്കിൽ മാളിലേക്ക് പോവാ, അല്ലെങ്കിൽ കൽക്കത്തയ്ക്ക് പോവാ. നമ്മള് ചില ആളുകളെ കണ്ടാൽ അത്യാവശ്യം സെറ്റപ്പ് ഗെറ്റപ്പ് ഉള്ള ആളുകൾ പറയും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയും, അത്യാവശ്യം ഏണിംഗ് ഉണ്ടെങ്കിൽ പറയും മാളിലൊന്നും പോരാ, നമുക്ക് കൽക്കത്തയിൽ പോകണം. കൽക്കത്തത്തെ പറയും കൽക്കത്തയും പോരാ, നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ഒക്കില്ല, നമുക്ക് ഡൽഹിക്ക് പോകണം. ആണ് ഇവരെ നമ്മുടെ നാട്ടിലെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇവർക്കില്ല. ഞാൻ രക്ഷപ്പെട്ടു, മറ്റുള്ളവർ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു ചിന്തയില്ല. ഞാൻ രക്ഷപ്പെട്ട ഞാൻ മാത്രം രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. കൃഷി തന്നെ കാര്യമായിട്ട് വരുമാനം. കൃഷി തന്നെ ഭൂമി ഒഴിയുന്ന സമയമല്ല ഇവിടെ. ഓരോ സമയത്തും ഓരോരോ സീസണില് ഗോതമ്പ്, നെല്ല്, പിന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലെ മുളക്, പിന്നെ സൺഫ്ലവർ, അങ്ങനെ ഓരോന്നും മാറി മാറി. അതായത് ഭൂമിക്കൊരു വിശ്രമമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള പിന്നെ കുളം നല്ലൊരു ബിസിനസ്സാണ്. താലാബ്, ഈ മീൻ വളർത്തൽ നല്ലൊരു ബിസിനസ്സാണ്. കുളത്തിന്റെ ബിസിനസ് പറഞ്ഞാല് പിന്നെ നമുക്ക് സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം നമ്മളൊരു ടീമിന് കാണിച്ചു കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യും, ആ കുളം കുഴിക്കും. അവിടെ അവര് കുളം കുഴിക്കും. അവർക്കൊരു 5 വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ആ സമയത്തുള്ള ഒരു 13 ലക്ഷം. കുളത്തിന്റെ വിസ്തീർണം വലുപ്പം അനുസരിച്ചാണ് 13 ലക്ഷം. അടുത്ത് നമ്മൾ പോകുന്ന വഴിയിലൊരു കിണറുണ്ട്, അവിടെ 5 വർഷത്തേക്ക് 13 ലക്ഷമാണ്. വേറെ ഒന്നുണ്ട്, ഒരു ഏക്കറൊക്കെ ഉണ്ട്, അതിന് 3 ലക്ഷം 4 ലക്ഷം, അങ്ങനെ ഓരോ അത് പിന്നെ ലീസിന് കൊടുക്കാണ്. പിന്നെ അടുത്ത ടെൻഡർ വിളിക്കും. ചില ആളുകൾ എന്ത് ചെയ്യും,
കുളം കുഴിക്കാനുള്ള ഭൂമിയും മറ്റും കൊടുത്തിട്ട് പറയും നിങ്ങൾ കുഴിച്ചോളൂ, 10 വർഷം കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യണം, 10 വർഷം വരെ നിങ്ങൾക്ക് ഇവിടുന്ന് മീൻ വളർത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ എടുക്കാം, അത് കഴിഞ്ഞാല് എനിക്ക് തിരിച്ചു തരണം എന്നുള്ള അങ്ങനത്തെ ഒരു എഗ്രിമെന്റ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില്. അത് നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിലിപ്പോ ബംഗാളികള് പിന്നെ പല ബംഗാളികളെയും പരിചയപ്പെട്ട് അവരെ നമ്മുടെ നാട്ടില് വേങ്ങരക്കാരായ ആളുകൾ ഇപ്പൊ അടുത്ത് ഒരു 3-4 പ്രാവശ്യം അവര് വന്നു ഇവിടെ. അവര് വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന വേങ്ങരയിൽ താമസിക്കുന്ന ഒരു ബംഗാളിന്റെ വീട്ടില് അവനോടുള്ളൊരു അവരൊരു പിന്നെ എന്താ വിശ്വസ്ത, അവന് സ്വന്തം ഭൂമിയോടെ കൊടുത്തു, അവര് കുളം കുഴിച്ചു. അതിന്റെ ഒരു ഏണിങ് ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ വന്നു 2-3 കിണറൊക്കെ അവർ ചെയ്തു. ഒരു മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമുള്ള ഒരാള്, ഏറ്റവും കൂടുതലുള്ള വേറാള് പഴയ ഗൾഫുകാരനായിരുന്നു, ഇപ്പൊ നാട്ടിലെ ഹാർഡ്വെയർസ് ആണ്. ഇതിനോട് കൂടെ ഇതും കൂടി ഉണ്ട്. അപ്പൊ അത് കൃഷിയാണ്, അതൊരു മീൻ കൃഷി. ഇല്ല, വളരെ അപൂർവം. പിന്നെ ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ട്, പിന്നെ ഉള്ളത് ഇടനിലക്കാരായ ആളുകൾ, അതായത് കർഷകരിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇപ്പൊ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ സീസണിലെ സാധനങ്ങൾ വാങ്ങും. അപ്പൊ അത് വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും. ഈ കർഷകർക്കാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ക്യാഷിന് ഇതിന് കുറെ പേയ്മെന്റ് തീർക്കാനുണ്ടാകും, അടുത്ത കൃഷി ഇറക്കാനുള്ള ക്യാഷും കൂടി. എത്രയാണോ അത്ര അവര് വിറ്റ് ഒഴിവാക്കലാണ് സാധാരണഗതിയിൽ. ഇപ്പൊ മുളകിനൊക്കെ ചില സമയത്ത് ആ സമയത്ത് വെറും ചീപ്പ് റേറ്റ് 2 രൂപ. ഒരു സമയത്തോടെ റോഡ് മുഴുവൻ മുളക് ചെറിയും പ്രതിഷേധിച്ചിട്ട് നമ്മളെ ഈ മെയിൻ അല്ല പച്ചമുളക് പിന്നെ സ്വന്തം മുളക് ആവലാണല്ലോ. അതെ, നമുക്ക് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത് വാങ്ങാനോ ഇതിന് മതിയായ ഒരു വില തരാൻ ആളില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഒരു പ്രതിഷേധിച്ചിട്ട് ചിതറി നമ്മള് അങ്ങനെ ഉയർന്നു പറഞ്ഞ പിന്നെ കലക്ടറൊക്കെ വിളിച്ചു പറഞ്ഞു. കലക്ടർ നേരിട്ട് ഇടപെട്ടു. അവരെന്നെ സംഭരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത്, അതായത് യഥാർത്ഥ പിന്നെ കർഷകരായ ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ശരിയായ ഒരു വില അവർക്ക് കിട്ടുന്നില്ല. അവരെ ആ ഒരു പിന്നെ എഫോർട്ടിന് നല്ലൊരു ഗുണം അവർക്ക് ലഭിക്കുന്നില്ല. ഇത് ശരിക്കും ലഭിക്കുന്നതാർക്കാണ്? ഈ ഇടനിലക്കാര്. അവരൊന്നും ചെയ്യുന്നില്ല. അവരൊരു ഗോഡൌൺ തുറന്നു വെച്ചിട്ടുണ്ടാകും. പിന്നെ ആ സമയത്ത് എന്ത് ചെയ്യും, ആ ഗോഡൌൺ തുറന്നിട്ട് ഒരു പിന്നെ എന്ത് ചെയ്യും, ഉള്ള അപ്പൊ മാർക്കറ്റിൽ എല്ലാവരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയൊരു റേറ്റ് ഉണ്ടാവും. ആ റേറ്റിന്റെ സാധനം വാങ്ങി സൂക്ഷിക്കും. എന്നിട്ട് അവര് 3-4 മാസം എന്ത് ചെയ്യും, ഇപ്പൊ ഉരുളക്കിഴങ്ങാണെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ 4-5 മാസം സൂക്ഷിക്കും. അന്ന് വാങ്ങുന്ന സമയത്ത് ഇപ്പൊ 4 രൂപ 5 രൂപ ആയിരിക്കും. പിന്നെ 20-25 അതിനാണ് പുറത്ത് പിന്നെ അത് മറിച്ച് വിൽക്കാൻ. അങ്ങനെ ഓരോ സാധനം എടുത്ത് ഒരു 3-4 മാസം സൂക്ഷിച്ചാൽ പിന്നെ അതിന്റെ സീസൺ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് കൂടും. അപൂർവമായിട്ട് ഒരു റേറ്റിന്റെ ഒരു എന്താ ഡിഫ്ലക്ഷൻ വരാറുള്ളൂ. ഇത് ഈ നിലക്കുള്ള പല ബിസിനസ് ഇപ്പൊ നമ്മളെ നാട്ടിലെ ഒരു കൃഷി രീതികള് നല്ല കൃഷി രീതികൾ ഇവിടെ നടക്കും. ഭൂമികള് നമുക്ക് ഏറ്റെടുത്തിട്ട് അത്യാധുനിക കൃഷി രീതികളെ പഠിപ്പിച്ചിട്ട് ഹെക്ടർ കണക്കിന് ഭൂമി നമുക്ക് ഏറ്റെടുത്ത് അതുപോലെ തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ പറ്റും. പല സാധനങ്ങൾ നമ്മൾ ഓൾറെഡി പിന്നെ ലുലുവിന്റെ നമ്മളെ യൂസുഫലിനോടൊക്കെ ഉസ്താദ് മുഖേനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് ബംഗാളായതുകൊണ്ട് ഒരു താല്പര്യക്കുറവുണ്ട്. UP-യിലൊക്കെ ഇപ്പൊ അവര് ഓൾറെഡി പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പല സാധ്യതകളുണ്ട്. പിന്നെ ഫാമുകൾ നല്ല നടക്കും. ആട് ഫാം, കോഴി ഫാം, അതുപോലെ പിന്നെ പോത്ത് ഫാം. ഇവിടെ പോത്തിനൊക്കെ ചീപ്പ് റേറ്റ് ആണ്. അതായത് പോത്ത് ഇവര് കഴിക്കൂർ, ബീഫ് കഴിക്കാറേ ഇല്ല. അപ്പോ ബീഫിന് ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ബീഫ് അവരെ അതായത് പക്ക പോത്ത് അതായത് ബൊഫെല്ലാം ഇറക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാനാണ്, നമ്മൾ ആദ്യം ഒരു കേരളക്കാരെ നമ്മള് 10-20-30 ആൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മളാണ് ആദ്യം ബന്ധപ്പെടില്ല. നമ്മള് പോത്ത് ഏകദേശം ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇറക്കാൻ നിൽക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് എത്ര ഇറച്ചി വേണം, 10-15 കിലോ നമ്മള് ബുക്ക് ചെയ്യും. അങ്ങനെ വളരെ ചീപ്പായിട്ട് അവരാണ്ട് ചെറിയ റേറ്റ്. നമ്മുടെ നാട്ടില് പോത്തിറച്ചിക്ക് ഇപ്പൊ 400 രൂപ പറ്റും തോന്നുന്നുണ്ട് ബീഫിന്. അപ്പൊ അത് നല്ലൊരു പരിപാടിയാണ്. ഇനി കുളം ബിസിനസ് നല്ല പരിപാടിയാണ്. പിന്നെ കുറെ സ്കിൽ സെന്ററുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടൊക്കെ ഒരു എന്താണ് ജീവിത നിലവാരം ഉയർന്നു വന്നാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വലിയ ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട്. പിന്നെ വിദേശ നാടുകളിലേക്കൊക്കെ നല്ല മാൻ പവർ ആവശ്യമുള്ള സമയമാണ്. അത്തരത്തിലുള്ള യുവാക്കള് ബംഗാളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് പ്ലേസ്മെന്റ് നടക്കുന്നതും പിന്നെ ഗവൺമെന്റിലെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. അവരൊക്കെ നല്ല സ്കില്ലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് ഒരു പൊട്ടൻഷ്യൽ ഉള്ളവർ തന്നെയാണ്. പക്ഷെ അതൊന്ന് ജസ്റ്റ് അതിനൊക്കെ ഒരു എന്താണ് ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസം കൊണ്ടൊക്കെ വരെ ഉള്ള സ്കില്ല്, വെൽഡിങ് ആവട്ടെ, അതുപോലെ മറ്റ് കാർപ്പൻറ്റേഴ്സ് ആവട്ടെ, ഏത് മേഖലയിലുള്ള ആളുകളാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ അഗ്രഗണ്യന്മാരായ കാർപ്പൻറ്റേഴ്സ്, സ്വർണ്ണപ്പണിക്കാർ, അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ഒരുവിധം പിന്നെ ടൈൽസും പ്ലാസ്റ്ററിങ്ങും അതുപോലെ ഒരുവിധം ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. അവരെ ആ ഒരു ഇതിന് തന്നെ നല്ലൊരു ഇത് കൊടുത്തു കഴിഞ്ഞാല് അവര് ഇവിടുത്തെ ഒരു എന്താണ് ഒരു മിഡിൽ ക്ലാസ് ഒരു ഗൾഫ്, അതായത്
പിന്നെ അവര് മിനിമം ഒരു 25, 30, 50 ഇങ്ങോട്ട് അയക്കുന്നവരാണ് അധികം കേരളക്കാർ. ഒരാ നിലക്ക് ഇവിടെ വന്ന് നല്ല കേരള മോഡൽ വീട് വെച്ച കുറെ ആളുകളുണ്ട്, ഭൂമി എടുത്തവരുണ്ട്, കച്ചവടം തുടങ്ങിയവരുണ്ട്. അത്യാവശ്യം സെറ്റിലായിട്ട് കല്യാണം കഴിക്കാന്നുള്ളൊരു ചിന്താഗതി അവർക്ക്. അത് നമ്മുടെ നാട്ടിലവര് ശരിക്കും ഒരു പ്രവാസികളാണ്. അവിടുന്ന് വരുമ്പോ അലുവയും പിന്നെ ചിപ്സും മിക്സറും തേങ്ങയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു നമ്മളിപ്പോ ഈ ട്രെയിനിന് ഇങ്ങോട്ട് വരുമ്പോ കൊൽക്കത്തയിൽ കഴിഞ്ഞ് കൊൽക്കത്ത എത്തുന്നുണ്ട്, പിന്നെ കച്ചവട സാധനങ്ങളുടെ എണ്ണം കൂടി. അതായത് ട്രെയിനില് ബെഡ്ഷീറ്റ്, ഷർട്ട്, ടീഷർട്ട്, മുട്ടായികള്, ചോക്ലേറ്റുകള് ഐറ്റംസ് മാറി. അതായത് ഗൾഫ് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ട്രെയിനിൽ വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് ചെന്നൈയിലും അവിടെ ജോലി കഴിഞ്ഞ് വരുന്നവരല്ലേ. തേനീച്ച പോയി നമുക്കൊന്ന് അപ്പൊ ഇതാണ്ടാ ഇവിടുത്തെ മൺപുരകൾ, അതിന്റെ ചുമരാണിത്. ഉണ്ടാവല്ലേ? അപ്പൊ തേനീച്ച ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരുപാട് കാര്യങ്ങള്. നമ്മളെ ഒരു കാണിക്കേണ്ട ഒരു വീടാണിത് ശരിക്ക്. നമ്മളൊരു ഒരു വൃദ്ധ അവരെ മകളുണ്ടെന്ന്, മകള് കല്യാണം കഴിച്ചു പോയി. വാടിത്തേക്ക് പോയിട്ടു നമ്മളൊരു പാവപ്പെട്ട ഒരു ഉമ്മയാണ് ഇവിടെ ഒറ്റക്ക് ഈ വീട്ടിൽ താമസിക്കാണ്. നമ്മള് വീടുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഭൂമി സ്വന്തം പേരിലല്ല. പിന്നെ ഇവരെ വീട് ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് നമ്മള് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മള് വേണ്ട സഹായങ്ങള് അവർക്ക് ആവശ്യമായ പുതപ്പ്, വിരിപ്പ്, വെള്ളം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ ഒറ്റക്കാണ്, ഒറ്റക്ക്. ചെറിയൊരു ഇതാണല്ലോ ഷീറ്റ് കൊണ്ട് നമ്മള് കൊടുത്ത ഇതാണ്. അവള് അതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നതാണ്. അങ്ങനെ അങ്ങനെ ഖുർആൻ പഠിപ്പിക്കും. ഏട്ടാ സൂറത്ത് പടം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അടുക്കള അതാണ്. നമ്മള് ആദ്യ കാലത്ത് ഫസ്റ്റ് ടൈമില് ആദ്യം ദേവ കോളേജാണ് തുടങ്ങിയത്. പക്ഷെ അതോട് കൂടെ തന്നെ നമ്മള് പിന്നെ രണ്ടാമത്തെ നമ്മളെ സ്ഥാപനം റൗള വുമൻസ് കോളേജ്. അതായത് ഇതുപോലുള്ള 60, 65 വയസ്സ് വരെയുള്ള 70 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ ഖുർആൻ പഠിപ്പിക്കുക, അവർക്ക് നോക്കി ഖുർആൻ ഓതാനുള്ള ഒരു സംവിധാനം എന്നതൊക്കെ തുടങ്ങിയ അതിന്റെ ഒരു ആളെ അതിൽപ്പെട്ട ആളുകള് ഒന്നിപ്പോ ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് അവര് സ്ഥാപനം തന്നെ തുടങ്ങിയവരുണ്ട്. അതെ, ആ ഉമ്മാന്റെ ഖുർആൻ ഓത്ത് ശരിക്കും കേട്ടപ്പോ എന്താണെന്ന് മനസ്സിലാന്നറിയോ? കാരണം ഇവർക്ക് ഒന്നാമത് ഖുർആനെ വേണ്ടി അലിഫ് പോലും അറിയാത്ത ആൾക്കാരാണല്ലോ. പക്ഷെ എന്നിട്ടും അവര് ഒരു തജീവീദ് അനുസരിച്ച് അതിന്റെ ഒരു റൂട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പഠിച്ചെടുത്തു എന്നുള്ളതാണ്. നമുക്ക് ആ തുടക്ക സമയത്ത് നമുക്ക് തന്നെ പല ആശങ്ക ഉണ്ടായിരുന്നു, ഇവരെങ്ങനെ പഠിക്കാൻ കഴിയുമെന്നുള്ളൊക്കെ. അൽഹംദുലില്ലാഹ് മനസ്സിലാവും. നമ്മള് പറഞ്ഞ ആളാണിത്, അവരെ ഭാര്യ, നാടകയിലെ അഭിനേത്രി. ആലോചിച്ചോ? അപ്പൊ അതിൽപ്പെട്ട കുറെ ഉമ്മമാരെന്ത് ചെയ്യും, ഇപ്പൊ ഇവരെന്നെ ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് പഠിപ്പിക്കാറുണ്ട്. സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയ ആളുകളുണ്ട്. 10, 60, 100 പെൺകുട്ടികളെ ഹോസ്റ്റൽ സംവിധാനത്തോടുള്ള സ്ഥാപനം തുടങ്ങിയവരുണ്ട്. മറ്റുള്ള ഗ്രാമങ്ങളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നവര്. നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് അന്നത്തെ കാലത്ത് അന്ന് നമ്മള് ഒരു ഇതായിരുന്നല്ലോ. ഇതിപ്പോ ഈ ശരിക്കും ഈ മണ്ണിന്റെ വീട് ഉണ്ടാക്കാൻ വലിയ ചെലവുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇവര് ഈ ഷീറ്റിട്ട് മറക്കുന്നത്? അത് അത്ര കഴിയുള്ളവർക്ക്. അല്ല, ഇപ്പൊ
ഇവര് എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് കുടുംബപരമായിട്ട് എങ്ങനെ എന്നാലും ഉണ്ടാക്കുന്നതല്ലേ? സാധിക്കൂല. ഓരോ റൂം ഓരോരുത്തർക്ക് എന്നുള്ള ഇതിൽ ഉണ്ടാക്കുന്നത്. നല്ലോണം മാവ് പൂത്തിട്ടുണ്ട്. മാവ് ഇവിടെ ഒരു മാവിന്റെ ഒരു കേന്ദ്രമാണിത്. ഇപ്പൊ പൂത്തൊരു മെയ് ഏപ്രിൽ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നല്ല പച്ചമാങ്ങ നല്ല അടിപൊളി മാങ്ങകള്. മാൾഡ മാങ്ങ എന്ന് പറഞ്ഞാല് എല്ലാ വർഷവും മമതാ ബാനർജി മോഡിനെ ഐറ്റംസ് മാങ്ങകളായിട്ട് കാണാൻ പോകാറുണ്ട്. നിങ്ങളുടെ ഫസലി, അതുപോലെ പിന്നെ അങ്ങനെ ഒരുപാട് പേര് കേട്ട കുറെ മാങ്ങകളുണ്ട്, ഐറ്റംസ് മാങ്ങകൾ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവ് കയറ്റുമതി ചെയ്യുന്ന 2ാമത്തെ സ്ഥലം ബംഗാളാണ്. അപ്പോ അതുപോലെ മാൾഡയിലാണ് ഇതിന്റെ കേന്ദ്രം. നല്ല അടിപൊളി മാങ്ങകള്, നിങ്ങളുടെ പോലെ നല്ല നല്ല മാങ്ങകള് ഇതില്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര മാങ്ങകളൊക്കെ ഏകദേശം എത്താറുണ്ട്. ഇതിന് കാവൽക്കാരുണ്ടാവും, കുളത്തിനൊരു കാവൽക്കാരുണ്ടാവും, സെക്യൂരിറ്റി. പിന്നെ കുളം നോക്കാം, രാത്രി മീനൊക്കെ ആളുകൾ എന്ത് ചെയ്യും, മീൻ പിടിച്ചുകൊണ്ടോ, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഹലോ, നമ്മുടെ ഈ ഗ്രാമത്തിൽ ആടുവാളുണ്ട്, കഴിഞ്ഞു പോരും. ഇവിടെ പേരും തേനീച്ച ആക്രമണമാണ്. ആ നമ്മളെ ക്യാമറമാന് ഫുള്ള് കുത്തിട്ട് ചെരുപ്പും ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഞങ്ങള് വീട്ടിൽ ഒളിച്ചിക്കരുത് തേരന്. എങ്ങനെ പിന്നെ എന്നിരുന്നാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമവിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സനി ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങനെ നാട്ടിലേക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പോകാൻ തോന്നുന്നുണ്ടാവില്ല അല്ലേ? ഇവിടെ തന്നെ ഇങ്ങനെ നമ്മൾക്ക് പിന്നെ എന്താ വെച്ചാൽ നമ്മള് വന്ന സമയത്ത് അന്നത്തെ ആ സമയവും കാലവും ഇപ്പൊ 10 വർഷത്തിന് ശേഷമുള്ള നോക്കുമ്പോൾ ഒരുപാട് മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ പരിവർത്തനത്തിന്റെ 10 വർഷങ്ങൾ എന്നായിരുന്നു ത്വയ്ബയുടെ പിന്നെ ഡെക്കാനിയലിന്റെ തീം തന്നെ. അപ്പൊ ആ ഒരു പരിവർത്തനം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ ഒരു ചേഞ്ച്, അതായത് അങ്ങാടികളിൽ പോലും വന്ന മാറ്റം, റോഡുകൾക്ക് വന്ന മാറ്റം, പിന്നെ നമ്മളൊക്കെ വെറുതെ ഒരു ആരോ ഒരു കേവലം ഒരു നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവരിൽ വന്ന ഒരു മാറ്റം. നമ്മൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാവുന്നില്ലോ. സമര ആ ഒരു വാക്കനുസരിച്ച് വന്നു, ഇവിടെ ഇങ്ങനെ നിലനിന്നപ്പോൾ എന്തൊക്കെയോ നമുക്ക് കാട്ടിക്കൂട്ടാൻ സാധിച്ചു. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിനും സമൂഹത്തിനും അതുപോലെ ഇസ്ലാമിനൊക്കെ ഉപകാരമായി മാറും എന്നാണ്. അത് മാറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ പിന്നെ ഒരു മാറാൻ തോന്നുന്നില്ല. അതായത് ഈ മണ്ണിനോട് നമ്മളൊക്കെ ഒരു അലിഞ്ഞു ചേർന്ന ഒരു ഫീലിംഗ് വരിക. തേച്ചു കൊടുത്ത നാട്ടുകാരോട് ഭയങ്കര സ്നേഹമുള്ള ഒരു നമ്മളോടൊക്കെ എവിടെ ചെന്നാലും നന്നായി പരിഗണിക്കുന്ന ബാബ. ചെറിയ ഇപ്പൊ നിങ്ങൾ കണ്ട് പ്രായം ചെന്ന സ്ത്രീകൾ വരെ ബാബ അമ്മ എന്നൊക്കെ വിളിച്ച് ഒരു മോനെന്നുള്ള പരിഗണന. അപ്പൊ അങ്ങനത്തെ എന്താണ് നമ്മളെ നാടിനേക്കാളും എന്ത് ചെയ്ത് കുറച്ചും കൂടി ഇവരോട് എന്തോ ഒരു അദമ്യമായ താല്പര്യമായി പോയി പറയാം. പക്ഷേ നാട്ടിൽ പോകില്ലെന്നല്ല കേട്ടോ. അല്ല, എന്തായാലും ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നേരിട്ട് ഒരു നമ്മളിലൂടെ എന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പഠിക്കുന്നു, ഇതില് എന്തൊക്കെയോ അങ്ങനെ ഉണ്ടല്ലോ. നല്ലൊരു റൂട്ടിലേക്ക്, അതായത് ഇവരൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം വരുന്നത്. ഉസ്താദ് എപ്പോഴും പറയാം, നിങ്ങള് പിന്നെ പലായനം ചെയ്യുക. നമ്മളവിടെ അവർക്ക് ജസ്റ്റ് നമ്മൾ ജീവിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ കണ്ടിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഒരുപാട് മാറ്റങ്ങള്. നമുക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മാറ്റത്തിന്റെ ചിന്താഗതി അവരുടെ മനസ്സിൽ എന്ത് ചെയ്യും വരും. നമ്മളെവിടെയും ചെന്നാൽ തന്നെ നമ്മളെ സ്വീകരിക്കുന്ന ആ ഒരു നിഷ്കളങ്കരായ ആളുകള്, നമ്മളെ സ്വീകരിക്കുന്ന ആ ഒരു കാഴ്ചകള് ഒക്കെ പലപ്പോഴും പല സദസ്സുകളിലും നമ്മൾ എവിടെ ചെന്നാലും അൽഹംദുലില്ലാ ഒരു കേരളക്കാര് എന്നുള്ളൊരു പരിഗണന നമുക്ക് ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട്. ഏത് വലിയ പ്രഭാഷകരാണെങ്കിലും നമ്മളെ കണ്ടാലും എന്ത് ചെയ്യും, മൈക്ക് മാറ്റി വെച്ച് നമുക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാനും പറയില്ല എന്നുള്ള ആ ഒരു രൂപത്തിലേക്കായി മാറി. അൽഹംദുലില്ലാ ഉസ്താദ്മാരെ ദുആന്റെയും അവർ നൽകുന്ന ആ ഒരു പിന്തുണ, അതിൻ്റെ ഒരു മർക്കസിന്റെ ഒക്കെ ആ ഒരു പിന്നെ അവിടുത്തെ ആ ഒരു വിപ്ലവത്തിന്റെ ആ ഒരു കാറ്റ് തെക്കിലേക്കും പിന്നെ കിഴക്കിലേക്കും അതുപോലെ ഉത്തരേന്ത്യയിലേക്ക് ഒഴുകിയതിന്റെ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അതിന്റെ 10 വർഷത്തെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. ഇന്നിപ്പോ സമയം ഇപ്പോൾ 1:36 നമുക്ക് ഇന്ന് രാത്രി എന്ത് ചെയ്യണം, അല്ല നാളെ ഉച്ചക്ക് കൊൽക്കത്തയിൽ നിന്നാണ് ട്രെയിന്. ഇനി ഇവിടുന്ന് മാൾഡയിലേക്ക് ഏകദേശം 3 മണിക്കൂർ പോകാൻ. അവിടുന്ന് മാൾഡയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഏകദേശം 10-11 മണിക്കൂർ അത് വേണം. അതിൻ്റെ ഇടയിൽ ട്രെയിൻ ടൈമും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. പിന്നെ ഒരു ഷാംസി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അത് എന്തായാലും പോയി കാണണം എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ
തൊയ്ബയുടെ ഇടപെടലിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം ഇവിടെ പാമ്പ് അങ്ങനത്തെ ഒരു വെറൈറ്റി, അതായത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു കാണാൻ പറ്റിയൊരു ഗ്രാമം കൂടിയാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ടൊക്കെ പോകേണ്ടതുകൊണ്ട് നമ്മുടെ നാട്ടില് പലരും ഷാംസി എന്ന് പറഞ്ഞാൽ ഷാംസിയിലേക്ക് തന്നെ വരുന്ന പലരും ഉണ്ട്. ഷാംസി കാണാൻ കണ്ട് നാട്ടിലൊക്കെ വളരെ പ്രശസ്തമായ ഒരു പേരായി പോയി ആ ഗ്രാമം. അത് ഇൻഷാ അല്ലാഹ് വീഡിയോയിലൊക്കെ കാണാം. അപ്പം നസീബ് റബ്ബാനി പറഞ്ഞതുപോലെ നമ്മളെ യാത്ര എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ എന്താണ് റെഡി ആയി വരും. അടുത്ത് തന്നെ ഒരു എയർപോർട്ടൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അറ്റത്താണ് ഇപ്പോഴുള്ളത്. റൺവേ ഒക്കെ റെഡി ആയിക്കണേ എയർപോർട്ടില്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരിക്കുക. നാട്ടിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ഇന്ന് എൻ്റെ സ്വന്തം ആളാപ്പ ഐസിയുള്ളത്, അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ആർക്കും എപ്പോഴും സംഭവിക്കാമല്ലോ. അപ്പം അത് ഒരു ഇതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ഏതായാലും തവക്കൽതു അലല്ലാഹ്, നമ്മളൊക്കെ ആ ഒരു രൂപത്തിൽ ജീവിക്കുന്നു. നിങ്ങളൊക്കെ ദുആ പ്രാർത്ഥന നിങ്ങളെ പിന്തുണ ഇൻഷാ അല്ലാഹ്. തൊയ്ബയിലേക്ക് ഒരുപാട് ആളുകൾ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ കാണാൻ വരിക. ഈ ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ നാട്ടിലെ നേരത്തെ ഉസ്താദിൻ്റെ വീഡിയോകൾ ഇപ്പോൾ കണ്ടോ, ഹക്കീം ഉസ്താദിനോട് കൂടെയുള്ള 30 വർഷം പഴക്കമുള്ള ആ ഒരു കേരളം കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ കേരളത്തോട് കൂടെ എത്തണമെങ്കിൽ ഇവർക്ക് ഇനി 30 വർഷം ഓടാണ്ടാവും. അപ്പോഴേക്ക് ഇവരെന്ത് ചെയ്യും, നമ്മൾ വേറെ ലെവലിലെത്തിയിട്ടുണ്ടാവും, ഇവർ വേറെ ലെവലിലേക്കാരും. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ ഹദ്ദമായി ഈ മണ്ണിലേക്ക് ഈ മണ്ണും വീണ്ടും ഇവരെ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വലിയ റിസ്ക് എടുത്ത് നസീബ് റബ്ബാനി വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇദ്ദേഹം ട്രെയിൻ മിസ്സായി, എന്നിട്ടും സമ്മേളനം പോലും മിസ്സായിട്ടുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് പോകും, ത്വയ്ബയെ അനുഭവിക്കണം, നമ്മളൊക്കെ അവിടുത്തെ ആളുകളൊക്കെ കാണണം എന്നൊക്കെ ഉദ്ദേശിച്ച് വന്നു. അൽഹംദുലില്ലാഹ് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനും എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും നേരുന്നു. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള വാർത്തകളും വിവരണങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്ത് ഇവരെയും നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രോത്സാഹിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. എന്തായാലും സന്തോഷം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വീഡിയോ കാണാം.